ആപ്കി അദാലത്തിൽ സെൻട്രൽ മിനിസ്റ്റർ ഗിരിരാജ് സിംഗിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം നാഗരികമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഗിരിരാജ് സിംഗ് സർ, താങ്കളുടെ പാർട്ടി ഹരിയാനയിൽ ഇലക്ഷനിൽ ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് നാണോ മാനോ ഇല്ല. രാഹുൽ ഗാന്ധി ക്ഷമ ചോദിക്കണം. രാഹുൽ ഗാന്ധി വിടുവായനാണ്. ഇത് നോക്കൂ സർ, രാഹുൽ ഗാന്ധിയെ ഞാൻ എന്തിനാണ് ബഹുമാനിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ സ്വന്തം രാജ്യത്തെ അദ്ദേഹം മോശമായി കാണിക്കുന്നു. അദ്ദേഹത്തെ നാണം കെട്ടവനെന്നല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ എന്ത് വിളിക്കാനാ? അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവർ ജയിച്ചതായി പറയുന്നു. ജയിച്ചു എന്നവർ പ്രഖ്യാപിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജയിക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്? പിന്നെ ഇപ്പോൾ തോറ്റുപോയതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ജോക്കർ എന്ന് വിളിക്കുന്നു. ഇത് നോക്കൂ സർ, ഞാൻ അദ്ദേഹത്തെ ലൽ ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്. ഇത് നോക്കൂ സർ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പണമുള്ള വീട്ടിലെ കുട്ടികളുണ്ടല്ലോ, അവരെ ലൽ ബബുവ എന്നാണ് പറയാറ്. അവർക്ക് ഒരു തരത്തിലുള്ള വിവരവും ഉണ്ടാവില്ല. ഇദ്ദേഹവും അത്തരത്തിലുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, രാഹുൽ ഗാന്ധി മറ്റുള്ളവരുടെ അഡ്വൈസ് സ്വീകരിക്കാതെ, അതായത് സ്ക്രിപ്റ്റ് ഇല്ലാതെ, എന്നോടെന്നല്ല എന്നേക്കാൾ ജൂനിയറായ രാഷ്ട്രീയക്കാരോട് പോലും അദ്ദേഹത്തിന് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ ഉരുളക്കിഴങ്ങിനെ പറ്റി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഉരുളക്കിഴങ്ങ് ആരെങ്കിലും ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണോ? അത് വയലിൽ ഉണ്ടാകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്താ പറഞ്ഞത്? പിന്നെ ഈ ജിലേബിയൊക്കെ അത് ജിലേബി മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കാം, പിന്നെ ഹരിയാനയിൽ അതിന്റെ ഫാക്ടറി ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒരു ഫാക്ടറി തുടങ്ങിക്കേ കാണട്ടെ. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഗുഹനാവിൽ കഴിച്ച ജിലേബി വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചു, ജിലേബി നന്നായിരുന്നു, അതുകൊണ്ട് നിനക്ക് എടുത്തുകൊണ്ട് വരാമെന്ന് അദ്ദേഹം മെസ്സേജ് ചെയ്തെന്ന്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഈ ജിലേബി ഫാക്ടറിയിൽ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു 10,000-50,000 പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയില്ലേ? എല്ലാവർക്കും അത് സഹായവുമാവും. ഞാൻ എന്താ പറയാ, ഞാനൊരു പാവപ്പെട്ടവനാ, അതായത് ഒരു പാവപ്പെട്ട കർഷകന്റെ മകനായിട്ട് ജനിച്ചവനാ. നിങ്ങൾക്കറിയാലോ, ജിലേബി മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജിലേബി എന്തെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. അദ്ദേഹത്തിന് ഒരു വിവരവുമില്ലെന്നേ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവാൻ നടക്കുവാണെന്ന്. ഞാനിവിടെ തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ മാടുകളൊക്കെ കൂട്ടമായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കാളയുണ്ടെങ്കിൽ കാള ഏതാണ് പശു ഏതാണ് എന്ന വ്യത്യാസം പോലും അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നേ. ഒരു വ്യക്തിക്ക് നാടിന്റെ അവസ്ഥയും നാടിന്റെ ദിശയും അറിയില്ലെങ്കിൽ അവനെ ലൽ ബബുവ എന്ന് ഞാൻ വിളിക്കുകയുള്ളൂ. അതിലൊരു തർക്കമില്ല. പക്ഷേ ഗിരിരാജ് സിംഗ് സാർ, അവരുടെ പാർട്ടി പാർലമെന്റ് ഇലക്ഷനിൽ 99 സീറ്റാണ് നേടിയെടുത്തത്. അവർ വളരെയധികം സന്തോഷപ്പെട്ടു. ഹരിയാന ഇലക്ഷന് മുമ്പ് ഞാൻ തന്നെ നേരിട്ട് കണ്ടൊരു കാര്യമാണ്. അവർ പറയുന്നത് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് ഇവിടെ വെറും കാറ്റ് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ കൊടുങ്കാറ്റ് BJP ഇല്ലാതെ പോകുന്നു. ഇത് നോക്കിക്കേ, ബീഹാറിൽ ഞങ്ങൾ ഇതിനെ തത്രോളജി എന്നാണ് പറയാറ്. അതായത് പെരുപ്പിച്ച് പറയുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 3ാമത്തെ തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. പക്ഷെ അദ്ദേഹം ഇന്ന് രാജ്യത്ത് എന്താ ചെയ്യുന്നത്? ഞാൻ മോദിയെ തോൽപ്പിച്ചു എന്നും പറഞ്ഞ് നടക്കുകയല്ലേ? വിഡ്ഢിത്തമല്ലേ ഇത്? നിങ്ങളെ കൊണ്ട് 3 തവണയായിട്ട് 100 സീറ്റ് പോലും വിജയിക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ മുന്നിൽ മോദിജി ഭയന്നു, തോറ്റു എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, പാർലമെന്റിൽ മോദിയെ വളരെ അടുത്ത് ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം പേടിച്ചിരിക്കുകയാണ്. മോദി ഗവൺമെന്റ് നടത്തിയാലും പ്രതിപക്ഷമായ ഞങ്ങളും ഗവൺമെന്റ് നടത്തുകയാണ്. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുകയാണെന്നാ തോന്നുന്നത്. ഈ കുരുവിയുടെ ഒക്കെ കൂടുണ്ടല്ലോ മരത്തിന്റെ മേലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അത് വിചാരിക്കും ആകാശം എന്റെ സ്വന്തമാണെന്ന്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചിന്തയും അതുപോലെ തന്നെയാണെന്നാണ്. ഇദ്ദേഹത്തെക്കാളും ഒരു അറിവില്ലാത്ത രാഷ്ട്രീയക്കാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്ത് എന്ത് സംസാരിക്കണം, വിദേശ രാജ്യത്ത് എന്ത് സംസാരിക്കണമെന്ന ബോധം പോലും ഇല്ല. അഹങ്കാരം കാരണം വളർന്നിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പദവിയിലിരിക്കാനുള്ള അധികാരം ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. പാവപ്പെട്ടവരുടെ മക്കൾ, കർഷകരുടെ മക്കൾ, ഇവരൊക്കെ എവിടെ നിന്ന് വരാനാണ്? ഇവരൊരു ഭ്രമത്തിൽ ജീവിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം.
എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ ആ ഭ്രമമൊക്കെ മാറിയെന്നും തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ഒരാളുണ്ടല്ലോ, അവരുടെ ലീഡർ ഖാർഗെ സർ, അദ്ദേഹം എന്നും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈയടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാ, രാഹുൽ ഗാന്ധിയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നാ ഞാൻ ആ അഡ്രസ്സിലേക്ക് കുറച്ച് ജിലേബി അയക്കാമെന്ന്. പക്ഷേ ഗിരിരാജ് സാർ, ഖാർഗെ സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, മോദിയെ പദവിയിൽ നിന്ന് എടുക്കുന്നത് വരെ ഞാൻ ചാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മോദിജി 100 വർഷം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് മരണമില്ലാത്ത രീതിയിൽ ജീവിക്കാം. ഹരിയാനയിൽ ഇത്രയും സീറ്റ് കിട്ടുമെന്ന് BJPക്ക് പോലും വിശ്വാസമില്ലായിരുന്നു. അതായത് 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ജയിക്കുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വിജയിക്കാൻ സാധിച്ചത്? അത് പറയും. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കലം വീണ്ടും വീണ്ടും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളൊരു പഴഞ്ചൊല്ല. നമ്മുടെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ചന്ന ഭിന്നമായി കിടക്കുന്ന ഗ്യാങ് ഒരു വ്യാജമായിട്ടുള്ള വാർത്ത പുറത്തുവിട്ടു. ഒരു ചെറിയ ബുക്ക് നിങ്ങൾ TV കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? അതിനകത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ? അതൊരു ബുക്കാണോ? ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് എഴുതിയത്? പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അനുച്ഛേദം 41 എന്താണ് പറയുന്നതെന്നും അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരവുണ്ടാവില്ല. അദ്ദേഹം ചുമ്മാ കോൺസ്റ്റിറ്റ്യൂഷനെ പൊക്കി പിടിച്ച് നടക്കുകയാണ്. ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞ് റിസർവേഷനും അപകടത്തിലാണ് എന്നൊക്കെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി. ഇത്തവണയും അവരൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചിന്തിച്ചു? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ശിക്ഷ തന്നേ തീരുവെന്ന്. അതുപോലെ അവർ കൊടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഈ പ്രാവശ്യം BJP 400 സീറ്റുകൾ താണ്ടുകയാണെങ്കിൽ മോദിജി ഭരണഘടനയെ തന്നെ മാറ്റുമെന്നാണ് അവർ പറയുന്നത്. റിസർവേഷൻ ഇല്ലാതാക്കും. അങ്ങനെ റിസർവേഷൻ ഇല്ലാതാക്കിയാൽ ദളിതർക്കല്ലേ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. ഇത് നോക്ക്, ചില സമയങ്ങളിൽ ഈ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നവർ അവരുടെ ലക്ഷ്യം നേടുന്നുവെന്ന് പറയാം. നരേന്ദ്രമോദിജി റിസർവേഷൻ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേറെ ഏത് പ്രധാനമന്ത്രി ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ലായിരുന്നു. അത് SC/ST വിഭാഗങ്ങളുടെ റിസർവേഷൻ ആണെങ്കിലും കോർട്ട് വെർഡിക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെയും അദ്ദേഹം നേരെയാക്കിയിട്ടുണ്ട്. പിന്നെ OBC വിഭാഗങ്ങൾക്ക് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, അതിനെയും അദ്ദേഹം ശക്തിപ്പെടുത്തി. അതുമാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും അദ്ദേഹം 10% റിസർവേഷൻ കൊടുത്തു. ഇതാണ് നരേന്ദ്രമോദിജി കോൺസ്റ്റിറ്റ്യൂഷന് നൽകിയ ഒരു വലിയ സമർപ്പണമെന്ന് പറയാവുന്നത്. ഈയിടെയായിട്ട് പ്രതിപക്ഷം ജാതി 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 എന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകസുന്ദരി മത്സരത്തിന്റെ പ്ലാറ്റ്ഫോം ഒന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഈ പറയുന്ന ബ്യൂട്ടി കോമ്പറ്റീഷനകത്ത് ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ട്, ആദിവാസികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്ത് ന്യായമാണല്ലോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. അദ്ദേഹം ജാതി ജാതി എന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജാതി ഏതാണെന്ന് ആരോടും പറയുന്നതുമില്ല. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രാഹുൽജി, നിങ്ങൾ പറയൂ, നിങ്ങളുടെ ജാതി ഏതാണ്? നിങ്ങളുടെ പിതാവിന്റെ ജാതി ഏതാണ്? നിങ്ങളുടെ മുത്തശ്ശന്റെ ജാതി ഏതാണ്? നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ജാതി ഏതാണെന്ന് നിങ്ങൾ പറയണം. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ടത്, മറ്റൊരു കാര്യം ഇത് അംബാനിയുടെയും അദാനിയുടെയും ഗവൺമെന്റ് ആണെന്ന്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അംബാനി ഉണ്ടായിരുന്നു, അദാനി ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. അവിടെ ഐശ്വര്യ റായ് ഡാൻസ് കളിച്ചെന്നും പറയുന്നു. ഈ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ തന്നെ സനാതനധർമ്മത്തെ മോശമാക്കി കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ സനാതനധർമ്മത്തിനൊരു അപമാനമാണ്. അദ്ദേഹം എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി, ഇവിടെ യുദ്ധങ്ങളുണ്ടാക്കി സുഖമായിട്ട് ഇറ്റലിയിൽ പോകാമെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, മോദി സാറും ഇവിടെ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ എന്നേ പോകാമായിരുന്നു. നമ്മളൊക്കെ എങ്ങോട്ട് പോകാനാ? ഇവിടെ അങ്ങനെ ഒളിച്ചോടുന്നവർ ആരാ ഉള്ളത്? സോ സനാതനധർമ്മത്തെ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് അത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നോക്കൂ സാർ, ഹരിയാനയിലെ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് എന്ത് പറഞ്ഞെന്ന് വെച്ചാ, പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് പണക്കാർ മാത്രമേ ഉള്ളൂ, പാവപ്പെട്ടവരായിട്ട് ആരുമില്ലെന്ന്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്റെ കണ്ണട ഞാൻ കൊടുക്കാം, ഇത് വെച്ച് നോക്കിക്കോട്ടെ. ഇതിലൂടെ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഞാൻ കൊടുക്കട്ടെ? മോദിജി സർ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അന്ന് പ്രാണപ്രതിഷ്ഠയുടെ അന്ന് ക്ഷേത്രം ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കാല് കഴുകാൻ പോലും മോദിജി തയ്യാറായിട്ടുണ്ട്. ഇതുവരെ ആരും തന്നെ
ഇതുവരെ ആരും തന്നെ, അതായത് നെഹ്റു കുടുംബത്തിലെ ആരും തന്നെ ക്ലീൻ ചെയ്യുന്നവർക്ക് ഇത്തരമൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയും. അത്തരത്തിലൊരു ബഹുമതിയാണ് മോദിജി നൽകിയത്. അദ്ദേഹത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. പബ്ലിക്കിന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി സാറ് കുറേ പ്രാവശ്യം വിദേശത്തേക്ക് പോകുന്നു, EVM-ന് എതിരായി സംസാരിക്കുന്നു, നിയമത്തിനുമെതിരായാണ് സംസാരിക്കുന്നത്. ഒരു വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി സംസാരിക്കുന്നു. ഇതിലെന്താണ് തെറ്റുള്ളത്? ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലെ തന്നെ മറ്റൊരു തെരുവിലോ മറ്റൊരു വീട്ടിലോ പോയി നിങ്ങളുടെ വീടിനെ പറ്റി മോശം പറഞ്ഞാൽ നിങ്ങളെ ആളുകൾ നല്ലവനായിട്ട് കാണുമോ മോശക്കാരനായിട്ട് കാണുമോ? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഒരു നല്ലവനായിട്ട് കാണാൻ സാധ്യത കുറവാണ്. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ഈ രാജ്യത്ത് വെച്ച്, നമ്മുടെ പാർലമെന്റിൽ വെച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് തുറന്നു പറയാവുന്നതാണ്. താങ്കളും വളരെ എക്സ്ട്രീമായിട്ടാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ചു, ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യണമെന്ന് താങ്കൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണ്? 1976-ൽ ഈ രാജ്യത്ത് നിന്നുള്ള നമ്മുടെ പാർലമെന്റ് അംഗമായിരുന്ന ഒരാൾ വിദേശ രാജ്യത്തേക്ക് പോയിട്ട് ശ്രീമതി ഗാന്ധിയെ വളരെ മോശമായി ചിത്രീകരിച്ചു. പിന്നെ നമ്മുടെ പാർലമെന്റിൽ ഒരു മന്ത്രി, ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു കോൺഗ്രസിന്റെ നേതാവായിരിക്കാം, പക്ഷെ അവർ വിദേശത്ത് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധി എന്തോ ചെറുതായിട്ട് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് തന്നെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ അവസാനം അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ബാൻ ചെയ്യുക തന്നെ ചെയ്തു. ഇനി ഞാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? പക്ഷെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോദിജി വിദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹവും കഴിഞ്ഞ ഭരണത്തിനെ പറ്റി തെറ്റായിട്ടാണ് പറയുന്നത്. ഇല്ല, മോദിജി ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് സംസാരിച്ചിട്ടില്ല. മോദിജി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്തുണ്ടായിട്ടുള്ള വികസനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് പുതിയ ടെക്നോളജിയിലുള്ള ട്രെയിനൊക്കെ ഓടുന്നുണ്ട്. ഇപ്രകാരമാണ് നമ്മളുടെ വളർച്ച. ഞങ്ങൾ 74 മുതൽ 150 വരെ എയർപോർട്ടുകൾ പുതുതായി കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഒരു വെല്ലുവിളി പോലെ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ ഇന്ന് വിദേശത്ത് പോകുമ്പോൾ അവരുടെ പാസ്പോർട്ടിന്റെ പവർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് മോദിജി കാരണമാണ്.